Hi all, welcome to X and Y Learning. So, നമ്മൾ ഇന്ന് നിങ്ങളെ കഴിഞ്ഞ ഓണം എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ സ്റ്റുഡൻസ് കുറേ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് അവരെ വിചാരിച്ച രീതിയിൽ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു പാറ്റേണിലല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി കോൺസെപ്റ്റ് അറിയുന്നവർക്ക് മാത്രം എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിസിക്സിൽ ഒരു 2-3 അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാം. സോ നമുക്കറിയാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഗ്രേഡിനെ എന്താ പറയുക ഡിസൈഡ് ചെയ്യാം. സോ ഒരു എ ഉള്ള ഒരാൾക്ക് A+ ആവാനും, ബി ഉള്ള ഒരാൾക്ക് B+, B+ ഉള്ള ഒരാൾക്ക് A എല്ലാം ആവാനേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഗ്രേഡ് ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏതായാലും മോണോ എക്സാം കഴിഞ്ഞു. സോ ഇതിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ച് ആ ഒരു മിസ്റ്റേക്സ് എല്ലാം തിരുത്തിക്കൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻസിനോടുള്ള അപ്രോച്ച് എങ്ങനെ ആവണം, ഓക്കെ, പുതിയ രീതിയിൽ എങ്ങനെ പഠിക്കണം, പുതിയ എക്സാമിൻ്റെ പാറ്റേണിൽ നമ്മളെങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് കൊടുക്കും, പ്ലസ് ഈസി ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് എന്ത് ചെയ്യും സ്കിം ചെയ്തിട്ട് പോകും. ഓക്കെ, ആ ഒരു പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടി എപ്പോഴും എക്സാമിന് എപ്പോഴും എന്താണ് കുറച്ചൊരു ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ സാധനം എന്ത് ചെയ്യാം, എക്സാമിൻ്റെ തലേന്ന് കുറച്ച് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യും പ്രോംപ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ സെർച്ച് ചെയ്യും. ഓക്കെ, എന്താണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻസ്, ഓണം എക്സാം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, ഇതാണ് കുറേ ആൾക്കാർ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കുറച്ച് വീഡിയോസ് വരും, പ്രെഡിക്റ്റഡ് വീഡിയോസ് വരും, പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് വരും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും എന്തായിരിക്കും ഈസി ക്വസ്റ്റ്യൻസ് ആ ഒരു കാറ്റഗറി പെട്ടായിരിക്കും. അത് നിങ്ങൾ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാവുന്നതാണ്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഈസി ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോകരുതെന്നാണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാം, അപ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു ഈസി ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ, ഓൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് എന്താണ് ഇനി പുതിയൊരു അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ, ഒരു തെറ്റായ അപ്രോച്ചാണ്. കാരണം എന്താ, നമ്മളൊരു സർട്ടൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് എക്സാമിന് പോയാൽ നമ്മൾ എക്സാം പേപ്പർ കിട്ടിയ ആദ്യം ആ ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എവിടെ ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻസ് ഇവിടെ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഇവിടെ. ഓക്കെ, സ്വാഭാവികമായിട്ട് ആ 1-2 ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമ്മളാകെ ഡെസ്പ് ആവുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ എന്തായിരുന്നേ നമ്മൾ എക്സാം കയ്യിൽ നിന്ന് പോകുന്നത്, നമ്മൾ ആ എക്സാം കയ്യിൽ നിന്ന് പോയിട്ട് മോശമായിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നത്. സോ ഒരിക്കലും അങ്ങനെ ഒരു നമ്മൾ എന്താണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിനൊന്നും റിലേ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓക്കെ, നമ്മൾ നല്ല ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം, SCRT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് എന്താണ് കോൺസെപ്ച്വലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഓൾറെഡി നിങ്ങളെ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും ചെയ്യും. പ്ലസ് എന്താണ് നല്ല ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്തതിനു ശേഷം നല്ല ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ എക്സാം വൈലെല്ലാം നമുക്ക് വർക്ക് ബുക്ക് ഉണ്ട്, വർക്ക് ബുക്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്തിരുന്ന ആൾക്ക് ഏത് ക്വസ്റ്റ്യൻസും എത്ര ടഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ചില എക്സാംസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾ SCRT വായിക്കുക, നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബുക്ക് വായിക്കുമ്പോൾ ഓൾറെഡി കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവും. സോ ഈ 3 കാര്യങ്ങളാണ് ഇനി എന്ത് ചെയ്യേണ്ടത്. ഇനി ഒരു ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ നിങ്ങളൊരു ഫൈനൽ എക്സാമിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, ഒരിക്കലും എന്ത് ചെയ്തേ കൂടുതൽ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സർട്ടൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിനെ എന്താണ് റിലേ ചെയ്തിട്ട് ഒരിക്കലും എക്സാമിന് പോകരുത്. അത് എന്ത് ചെയ്യും, നിങ്ങളുടെ റിസൾട്ട്സ് മോശമാവും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓണം എക്സാമിൻ്റെ എന്താണ് ചില ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ, അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. സോ ഫസ്റ്റ് ലെൻസസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളത്, റേ ഡയഗ്രാംസ് എല്ലാം കാണാതെ പഠിച്ചു പോയിട്ടുള്ളത്. സോ അവർക്കെല്ലാം എക്സാം പാളിയിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ, ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, പ്ലസ് വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ്, അത് നമുക്കറിയാം. എന്താണ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ പവർ പോസിറ്റീവ് ആയാലേ അതൊരു കോൺവെക്സ് ലെൻസ് ആണെന്നറിയാം. ഓക്കെ, ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നെ. പ്ലസ് വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ലെൻസ് അല്ലെങ്കിൽ 1/f ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കെ, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ലെൻസ് ഫോംസ് ആൻ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്ട്, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഓക്കെ, സോ കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റിനെ. ഓക്കെ, നമുക്ക് കുറെ ആൾക്കാർ A ക്വസ്റ്റൻ ആയിട്ട് എടുക്കുന്നുണ്ടാവാം, പക്ഷെ B ക്വസ്റ്റൻ എടുത്തോലെ ചിലർക്ക് തെറ്റിച്ചിട്ടുണ്ടാവും. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്? നമുക്കറിയാം ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ
ഇറക്റ്റ് ഇമേജ് ഉണ്ടാക്കുന്ന ആരാ കൂടുതലും അല്ലെങ്കിൽ നമ്മളെ കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, കോൺകേവ് ലെൻസ് എപ്പോഴും ഇറക്റ്റ് വിർച്വൽ ഇമേജസ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. പക്ഷേ അത് ആരാണ്? ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, സോ പക്ഷേ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? അത് കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആ ഒറ്റ കേസിലെ ആര് ഇറക്റ്റ് വിർച്വൽ ഇമേജ് ഉണ്ടാക്കുന്നുള്ളൂ. ആ ഒരു കേസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മാഗ്നിഫൈഡ് ഇറക്റ്റ് ഇമേജ് ഉണ്ടാക്കുന്നത് ആരാണ്? കോൺവെക്സ് ആണ്. ഓക്കെ, സോ എന്താണ് കോൺകേവ് ലെൻസ് ഇറക്റ്റ് ഇമേജ് ഉണ്ടാക്കുന്നത് അങ്ങനെ പഠിച്ചു പോയ ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റിനെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്, അതാണ് പറയുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത പരിചയം വേണമെന്ന് പറയുന്നത്. മുന്നേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിചയമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തെറ്റിക്കൂല. ഓക്കെ, ഇനി നോക്കേ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോം? നമ്മൾ ഓൾറെഡി പറഞ്ഞു. റൈറ്റ്, വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആണ്. ഇനി നോക്കേ, വേറെ ക്വസ്റ്റ്യൻ നോക്കേ. In the figure AB is an object placed on the principal axis of lens L. The image formed by the lens erect, diminished and virtual. Okay, erect, diminished and virtual. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇതിന് നേരെ മറ്റേ ആള് ഇറക്റ്റ് ആയിരിക്കണം, ഡിമിനിഷ്ഡ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ഇത് കോൺകേവ് ലെൻസ് ആയിരിക്കും. റൈറ്റ്, ഇത് ഒരു കോൺകേവ് ലെൻസ് ആണ്. റൈറ്റ്, ഇവിടെ കോൺകേവ് ലെൻസ് വരച്ചിട്ട് ആ ഒരു റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. ബാക്കി പിന്നെ എളുപ്പമാണ്. റൈറ്റ്, നമ്മൾ എവിടെ വെച്ചാലും എഫിനും ഓക്കും ഇടയിൽ നമുക്കൊരു എന്താണ് എന്ത് ഇമേജ് കിട്ടും? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള, വിർച്വൽ ആയിട്ടുള്ള, ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. റൈറ്റ്, ഒരു ഈസി ക്വസ്റ്റ്യനാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണ് റേ ഡയഗ്രാം ജസ്റ്റ് കാണാൻ പഠിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസിന്റെ നിങ്ങൾ എങ്ങനെ പഠിക്കുക? ഓക്കെ, 2F വെച്ചാൽ 2F കിട്ടും, എന്താണ് ഇൻവെർട്ടഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, സെയിം സൈസിൽ ഒരു ഒബ്ജക്റ്റ് കിട്ടും. അങ്ങനെ കാണാതെ പഠിച്ചു പോകുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഇത് പഠിക്കാനും എളുപ്പമാണ്. ഓക്കെ, പഠിക്കാനും എളുപ്പമാണ്. പ്ലസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ ടാക്കിൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. നോക്കടാ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും എല്ലാ ഇമേജസും വരച്ചിട്ടുണ്ട്. റൈറ്റ്, നമുക്ക് ബിയോണ്ട് 2F വെച്ചാൽ നമുക്ക് എഫിനും 2F ഒരു ഇടയിൽ ഒരു എന്ത് ചെയ്യും? സ്മോൾ ഇമേജ് കിട്ടും. റൈറ്റ്, പിന്നെ 2F വെച്ചാൽ നമുക്ക് 2F തന്നെ കിട്ടുന്നത്. പ്ലസ് പിന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലെൻസിനോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇമേജ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലസ് ഇമേജിൻ്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതി പഠിച്ചാൽ ഈ ഒരു രീതി പഠിച്ചാൽ നമുക്ക് പിന്നെ ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തൊക്കെയാടാ? ബിയോണ്ട് 2F വെച്ചാൽ എഫിനും 2F ഇടയിൽ കിട്ടും. പിന്നെ 2F വെച്ചാൽ പിന്നെ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, 2F കിട്ടും. പ്ലസ് 2F ഇടയിൽ വെച്ചാൽ പിന്നെ അത് അങ്ങോട്ട് പോകും. ബിയോണ്ട് 2F കിട്ടും, എൻലാർജ്ഡ് ഇമേജ് കിട്ടും. ഓക്കെ, അൺടിൽ എവിടെ വരെ? എഫ് വരെ. എഫിൽ നമുക്കൊരു ഇമേജ് കിട്ടുന്നില്ല. ഓക്കെ, ഈ റേസ് പാരലൽ ആണ്, ഒരു ഇമേജ് കിട്ടുന്നില്ല. ഓക്കെ, ഇൻഫിനിറ്റിയിലാണ് അത് ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ പഠിച്ച സ്പെഷ്യൽ കേസ്. ഇവിടെ നിന്ന് നമുക്ക് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വന്നേ. ഓക്കെ, പലരും തെറ്റിക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത്. കോൺവെക്സ് ലെൻസിന്റെ എന്താണ് വിർച്വൽ ആയിട്ടുള്ള, ഇറക്റ്റ് ആയിട്ടുള്ള ആകെ കിട്ടുന്ന ഒരു ഇമേജ് അത് എഫിനും ഓക്കും ഇടയിൽ വെച്ചാണ്. ഓക്കെ, പിന്നെയോ കോൺകേവ് ലെൻസിന് നമുക്കൊന്നുമില്ല. ഇൻഫിനിറ്റി വെച്ചാൽ ഫോക്കസ് കിട്ടും. പിന്നെയോ ബാക്കി ഏത് കേസിൽ വെച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഒരു വിർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനും ഇത് രണ്ടും ഇപ്പം എന്ത് ഓൾറെഡി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പഠിച്ചാൽ റേ ഡയഗ്രം ഡയറക്റ്റ്ലി ചോദിച്ചാൽ അത് വരക്കാം. പ്ലസ് എന്ത് ചെയ്യാം? അല്ലാത്ത കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ, കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അപ്രോച്ചിലുള്ള ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇനി ആരും ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബിയോണ്ട് 2F വെച്ചാൽ എഫിനും 2F ഇടയിൽ കിട്ടും, അല്ലെങ്കിൽ 2F വെച്ചാൽ 2F കിട്ടും. അങ്ങനെ കാണാതെ പഠിക്കുന്നതിന് പോകുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് രണ്ട് ലെൻസിനും കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി മനസ്സിൽ നിൽക്കും എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ സോൾവ് ചെയ്യാനും എളുപ്പം. ഇനി കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 2F കോൺവെക്സ് ലെൻസിന് ഇടയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? 2F തന്നെ നമുക്കൊരു ഇമേജ് കിട്ടും, സെയിം സൈസിലൊരു ഇമേജ് കിട്ടും. ഓക്കെ, 2F സെയിം സൈസ്, പിന്നെ അങ്ങോട്ട് ഇമേജ് കൂടിക്കൊണ്ടിരിക്കുക. 2F ഇപ്പുറത്ത് വെച്ചാൽ ഇമേജ് ചെറുതായിരിക്കും. ഓക്കെ, അങ്ങോട്ട് പോകുന്നതോറും ഇമേജിന് വലിപ്പം കൂടുന്നേ അൺടിൽ എവിടെ വരെ? എഫ് വരെ. എഫിൽ വെച്ചാൽ നമുക്കൊരു ഇമേജ് ഇല്ല. എഫിനും ഒബ്ജക്റ്റിന് ലെൻസിന് അടിയിൽ വെച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈഡിൽ തന്നെ ഒരു എൻലാർജ്ഡ് വിർച്വൽ ഇറക്റ്റ് ഇമേജ് കിട്ടും. ഓക്കെ, ഇനിയോ ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ക്യാമറ ലെൻസ് ഈസ് 10 സെന്റിമീറ്റർ. ഒരു ന്യൂമറിക്കലാണ്. ഓക്കെ, ക്യാമറ ലെൻസ് എന്താണ്? കോൺവെക്സ്. അത് അറിയണം, എന്നാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് തന്നെ മനസ്സിലാവും. ഓക്കെ, എന്താണ് ഫോക്കൽ ലെങ്ത്? 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. പ്ലസ് എന്താണ്?
50 സെന്റിമീറ്റർ അവേ ഫ്രം ദ ലെൻസ്. എന്താണ് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് യു തന്നിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുള്ളത്? എവിടെയാണ് ഇതിന്റെ ഫിലിം ഒക്കെ ഇടുന്ന? സോ ഫിലിം പറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത്. സോ വി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ലെൻസ് ഇക്വേഷൻ അറിയുന്ന റൈറ്റ്. 1/v 1/f is equal to 1/v minus 1/u. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. ആ ഒരു കാര്യമാണ് മിക്കവാറും ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ടാവുക. ഓക്കെ, കാരണം എന്താ? ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് ആണ്. പ്ലസ് പക്ഷേ കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവും കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് നമുക്കറിയാം. ഓക്കെ, പവറും അതുപോലെ. ഓക്കെ, പിന്നെയോ യു പക്ഷെ എന്താണ്? നെഗറ്റീവ് ആണ്. സോ പക്ഷെ ഇവിടെ എന്ത് എടുക്കണം? യു നെഗറ്റീവ്. ഓക്കെ, സോ നമുക്കറിയാം 1/v നമുക്ക് കാണാനുള്ളത്. സോ 1/f പ്ലസ് 1/u ചെയ്താൽ എന്ത് കിട്ടും? എഫ് എത്ര ഇടാം? എഫ് 10 ആന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ആണ്. പ്ലസ് 1/u എത്ര ഇടാം? യു നെഗറ്റീവ് ആണ്. റൈറ്റ്, യു നെഗറ്റീവ് ആണ്. -50. ഓക്കെ, ഇത് ചെയ്ത ആൻസർ ആയി. റൈറ്റ്, എത്ര ആൻസർ വരാം? -50 plus 50 40 plus 10 40 divided by 500, right? 50 plus 500, right? 50/4 ഒരു ആൻസർ, റൈറ്റ്? ഈസി ആണ്, റൈറ്റ്? 12.5 ആൻസർ വരും, റൈറ്റ്? അതൊരു എന്താണ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് ഓർമ്മ വേണം. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ട് യു നെഗറ്റീവ് ആണെന്ന് എടുത്തത് എന്നുള്ള ആ ഒരു ഓർമ്മയും കൂടി വേണം. ഓക്കെ, കാരണം എന്താ? റേ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി ബി നോക്ക്. യു ക്യാൻ സീ ഒബ്ജക്ട് മാഗ്നിഫൈഡ് യൂസിങ് മാഗ്നിഫൈങ് ലെൻസ്, റൈറ്റ്? മാഗ്നിഫൈങ് ലെൻസ്. ഓക്കെ, where should be the object placed in front of a lens used as a magnifier to see an enlarged direct image? നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നിഫൈങ് ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെയും ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, റൈറ്റ്? ഈ ഒരു ഡയഗ്രാണ് അവർ ഉദ്ദേശിച്ചത്, റൈറ്റ്? എന്താണ് ചോദിച്ചത്? മാഗ്നിഫൈങ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? എൻലാർജ്ഡ് ആയിട്ടുള്ള ഇറക്റ്റ് ഇമേജ് കിട്ടണം, റൈറ്റ്? എൻലാർജ്ഡ് ആയിട്ടുള്ള ഇറക്റ്റ് ഇമേജ് എവിടെ കിട്ടുക? ആകെ ഈ ഒരു കേസ് മാത്രമേ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇറക്റ്റ് ഇമേജ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്ലസ് ഒരു കമ്പാരിസൺ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ ഒരു 3 ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു കമ്പാരിസൺ നമ്മൾ യൂസ് ചെയ്ത്. ഓക്കെ, സോ അതാ പറഞ്ഞത്, റേ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് കാണാൻ പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെയോ ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈറ്റ്? ഈ ഒരു റേ ഡയഗ്രാം വരച്ചാലേ ആ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് കഴിഞ്ഞ്. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ലെൻസ് എന്നുള്ള an object OB is placed between focus and convex lens. Okay, OB ഇതാണ് ഒബ്ജക്റ്റ്. ഫോക്കസിനെയും കോൺവെക്സ് ലെൻസിനെയും ഓക്കും എഫിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 3 സെന്റിമീറ്റർ. ഓക്കെ, HO തന്നിട്ടുണ്ട്. HO എത്രയാ? 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഈസ് 9 സെന്റിമീറ്റർ. HI തന്നിട്ടുണ്ട് 9 സെന്റിമീറ്റർ. ഓക്കെ, ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഈസി അല്ലടാ, അതിനൊന്നുമില്ല കാണാൻ. HI/HO ചെയ്താൽ മതി. HI/HO ചെയ്താൽ എത്രയാ? 3 വരും, റൈറ്റ്? ഓക്കെ, ക്യാൻ യു പ്രൊജക്ട് ദ ഇമേജ് ഓൺ ദ സ്ക്രീൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. പറ്റില്ല, കാരണം എന്താ? ഒരു വിർച്വൽ ഇമേജ് ആണ്. പ്ലസ് പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നേ, റൈറ്റ്? ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ഞാൻ പറഞ്ഞേ. കാരണം എന്താ? കോൺവെക്സ് ലെൻസിന്റെ കേസിൽ വിർച്വൽ ഇമേജ് കിട്ടുന്ന ഒറ്റ കേസേ ഉള്ളൂ. ഇതിന്ന് ഇപ്പോൾ ഓൾറെഡി 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാണ്. നമ്മൾ ആ ഒരു കാര്യം ജസ്റ്റ് മനസ്സിലുണ്ടായാൽ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു ന്യൂമറിക്കൽ നോക്കേ. നിങ്ങളെ ഓൺ എക്സാമിന്റെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ ഉണ്ട്. ദ ഫിഗർ ഷോസ് ദ ഫോർമേഷൻ ഓഫ് ആൻ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ബിയോണ്ട് 2f കോൺവെക്സ് ലെൻസ്. ഓക്കെ, യൂസിങ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ ഒരു വാർണിംഗ് അല്ല തന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ ആണ്, പക്ഷേ ഈസി ന്യൂമറിക്കൽ ആണ്. പക്ഷേ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ ഓർമ്മ വേണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ചോദിച്ചിട്ട് എന്താ? ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചത്. സോ വി എത്രയാണ് ചോദ്യം. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്ന കാര്യം നമുക്ക് എടുത്തേക്കാം. എഫ് തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, പിന്നെയോ ഇമേജിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, റൈറ്റ്? സോ ഇമേജിന്റെ ഹൈറ്റ് തൽക്കാലം വേണ്ട. നമുക്ക് 1/f is equal to 1/v minus 1/u ആണ്, റൈറ്റ്? എന്ന് പറഞ്ഞാൽ എത്രയാ? 1/v നമുക്ക് കാണണ്ടേ. സോ 1/v is equal to 1/f plus 1/u ആണ്, റൈറ്റ്? ഇനി 1/v is equal to
എഫ് എത്രയാടാ? എഫ് ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ആരും ഈ സൈഡിൽ ഡിസ്റ്റൻസ് തന്നുകൊണ്ട് നെഗറ്റീവായി എടുക്കരുത്. ഇത് കോൺവെക്സ് ലെൻസ് ആണ്. സോ എഫ് ഈസ് പോസിറ്റീവ് ആണ്, റൈറ്റ്? 1/6 പ്ലസ് യു എത്രയാടാ? യു -18, റൈറ്റ്? കാരണം ഈ ഒരു സൈഡിലാണ്. ഓക്കെ, ഇനി ഇത് ചെയ്താൽ ആൻസർ എത്ര വരിക? 1/v is equal to -18. സോ -12 divided by -18 into 6 വരും, റൈറ്റ്? സോ 2, 3, സോ 2/18 അഥവാ 1/9 വരും, റൈറ്റ്? 1/9 വരും പ്ലസ് 1/9. സോ v is equal എത്ര വരാം? v is equal to 1/v ആണത്. v is equal to 9 cm വരും, റൈറ്റ്? ഈസി ആണ്, റൈറ്റ്? 9 cm. ഈസി ക്വസ്റ്റൻ ആണ്. പക്ഷെ എന്താ പറയണം? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും, റൈറ്റ്? എന്താണ് യു എന്താണ് നെഗറ്റീവ് എടുക്കണം. എഫ് ഇതൊരു കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് എടുക്കണം. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ എഫ് നെഗറ്റീവ് എടുക്കണം. ഓക്കെ, ആ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മ വേണം. ഓക്കെ, സോ ഇനി ഇതിന്റെ ബി പാർട്ട് എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്? അത് ഈസിയാണ്, റൈറ്റ്? നമുക്കറിയാം എന്താണ് hi/ho. hi/ho is equal to v/u. മാഗ്നിഫിക്കേഷന് രണ്ട് ഇക്വേഷൻ ആണ്, റൈറ്റ്? ഇനി നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഒബ്ജക്റ്റ് കാണണ്ടേ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കാണണ്ടേ. സോ നമുക്ക് എന്ത് എഴുതാം? ho is equal to hi into u/v, റൈറ്റ്? hi എത്രയാടാ? hi നമുക്ക് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പ്ലസ് അത് ഇൻവേർട്ടഡാ. സോ അത് നെഗറ്റീവ് എടുക്കുക. -2 into u എത്രയാ? u -18, റൈറ്റ്? നമ്മൾ ഓൾറെഡി എഴുതിയതാ, റൈറ്റ്? v എത്രയാ? v നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടെത്തി, പോസിറ്റീവ് ആണ്, 9 ആണ്, റൈറ്റ്? സോ ഈ നെഗറ്റീവും പോലെ 18/9, 2 into 2 4 സെന്റിമീറ്റർ ആണ് എത്രയാ? ഇമേജിന്റെ ഹൈറ്റ്, റൈറ്റ്? 4 സെന്റിമീറ്റർ. ഈസി അല്ലടാ? ഈസിയാണ്, റൈറ്റ്? പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഓർമ്മ വേണം. ബാക്കിയെല്ലാം ഈസിയാണ്, ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി തന്നിട്ടുള്ള. ഇനി എന്താണ്? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടാവും, നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എല്ലാം ഓർമ്മ ഉണ്ടാവും. പക്ഷേ ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് നമുക്ക് എന്ത് വേണം? ഈ സൈൻ കൺവെൻഷൻ എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം, റൈറ്റ്? കാരണം എന്താ? ഇതൊരു കോൺവെക്സ് ലെൻസിന് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, അതുപോലെ കോൺകേവ് ലെൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. പ്ലസ് യു ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് എടുക്കണം, വി ഇവിടെ പോസിറ്റീവ് ആയിരിക്കും കിട്ടുക എന്നുള്ളൊരു ബോധം വേണം. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇതൊരു എന്താണ് എക്സാം വൈൻ്റെ വർക്ക് ബുക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ഒന്നുമില്ല, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. യു തന്നിട്ടുണ്ട്, നമുക്ക് യു തന്നിട്ടുണ്ട്, കോൺവെക്സ് ലെൻസ് ആണ്. സോ എഫ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് എഫ് ഇസ് ഈക്വൽ ടു പ്ലസ് 25 ആയിരിക്കും, റൈറ്റ്? പ്ലസ് 25 സെന്റിമീറ്റർ ആയിരിക്കും. യു ഇസ് ഈക്വൽ ടു മൈനസ് യു എത്രയാ? യു ഇസ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? 1/f is equal to 1/v minus 1/u ചെയ്തിട്ട് എന്ത് കാണാം? v കാണാം, റൈറ്റ്? സോ ഒരു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് എന്ത് വേണം? ഓർമ്മ വേണം. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഓർമ്മിപ്പിക്കണമെന്നില്ല. എന്നാലും നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടാവും. ഓക്കെ, സോ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ബുക്കിൽ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് വർക്ക് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത ഒരു കുട്ടിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ താനെ എന്ത് ചെയ്യണം? ആ ഒരു ഓർമ്മ ഉണ്ടാവും, റൈറ്റ്? ഓക്കെ, ഇനി നോക്ക്, സൗണ്ടിൽ ചില ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഓഫ് ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സോളാർ റേഡിയേഷൻ. ഇതിന്റെ ഫ്രീക്വൻസി വേവ് ലെങ്തിന്റെ ഇതിൽ ഫ്രീക്വൻസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്ലസ് സോളാർ റേഡിയേഷൻ ത്രൂ കോൺവെക്സ് ലെൻസ് ഏതാടാ? ബേണിംഗ് പേപ്പർ. സോ അതെന്താണ്? ഇൻഫ്രാറെഡ് ആണ്, റൈറ്റ്? പിന്നെ യുവിൻ്റെ ഒരു അപ്ലിക്കേഷൻ, ഓക്കെ, വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ ഈ ഒരു കാര്യങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ അതാണ് പറയുന്നത്. ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക, പ്ലസ് നല്ലൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ബുക്ക് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇനി നോക്ക്, പോലീസ് ഓഫീസർ വർക്കിംഗ് അറ്റ് എ ബിസി ട്രാഫിക് സിഗ്നൽ പോയിന്റ് ഹിയർസ് sound of various frequencies. Some frequencies of the sound reaching him are given below. Okay, ചില സൗണ്ട് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. വിച്ച് ഫ്രീക്വൻസീസ് ഓഫ് സൗണ്ട് ക്യാൻ ദ പോലീസ് ഹിയർ? നമുക്കറിയാം എന്താണ്? 20 ഹെർട്സ് മുതൽ 20K ഹെർട്സ് വരെയുള്ള സൗണ്ട്സേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ഹ്യൂമൻ ഹിയറിന് കേൾക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? ഈസി ക്വസ്റ്റൻ ആണ്. സോ ഇത് ഏത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? 28,000 പറ്റില്ല, റൈറ്റ്? 28,000 നമുക്ക് പറ്റില്ല, 20,000 പറ്റുള്ളൂ. 5 ഹെർട്സ് 20 ഹെർട്സിനാണ് ചെറുതാണ്. സോ 150 ഹെർട്സ് കറക്റ്റ് ആണ്, റൈറ്റ്? 150 ഹെർട്സ് കറക്റ്റ് ആണ്. സോ ഇത് പറ്റില്ല, സോറി ഇത് പറ്റും, പ്ലസ് 500 ഹെർട്സ് പറ്റും, 16,000 ഹെർട്സും പറ്റും, റൈറ്റ്? സോ അതെല്ലാം നമുക്ക് എന്താ ചെയ്യാം?
ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. റൈറ്റ്, ഈസി ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് സൗണ്ട് ഓഡിബിൾ ഹ്യൂമൻസ് റേഞ്ച്? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞേ. സോ ഇത് ഇൻഫ്രാസോണിക് ആണ്. ഹയർ ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അൾട്രാസോണിക് എന്നെല്ലാം പറയും. റൈറ്റ്, അതിന് ചില ആപ്ലിക്കേഷൻസ് ബാറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുക. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. സോ ഇതെല്ലാം ആർക്കും കിട്ടുന്ന. റൈറ്റ്, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത് നമ്മളെ വർക്ക് ബുക്കിൽ നിർത്ത ചില ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ബുക്കിലുള്ളതാണ്. നോക്കി നോക്ക്. Which of the following frequency can be heard by humans? നമ്മൾ ഓൾറെഡി പറഞ്ഞു. റൈറ്റ്, 20 to 20K ഹെർട്സ് ആണ്. സോ ഇത് പറ്റില്ല, ഇത് പറ്റില്ല, ഏതാ പറ്റുള്ളൂ, 200 ഹെർട്സ് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സോ അതുപോലത്തെ നമ്മൾ ഓൺ എക്സാമിന് ചോദിച്ച അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ബുക്കിലുണ്ട്. സോ പ്രാക്ടീസ് ചെയ്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. റൈറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. തെറ്റാണ്. റൈറ്റ്, സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. റൈറ്റ്, ഇതാണ് കറക്റ്റ്. റൈറ്റ്, സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്, ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. റൈറ്റ്, ഇനിയോ അൾട്രാസൗണ്ട് വേവ്സ് കമ്പയർഡ് ടു ഓഡിബിൾ വേവ്സ് ഹാവ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. റൈറ്റ്, higher frequencies, right? Higher frequencies and lower wavelength. So higher frequencies പഠിച്ചാൽ മതി. അതിൻ്റെ കൂടെ എന്ത് വരും, വേവ് ലെങ്ത് കുറവാണെന്നും കൂടി താനങ്ങ് പഠിഞ്ഞു വരും. ഓക്കെ, താൻ അതിൻ്റെ കൂടെ വരും. ഓക്കെ, സോ അസേഷൻ റീസൺ ടൈപ്പ്. ഓക്കെ, നമ്മൾ പുതിയ പാറ്റേൺ വന്നപ്പോൾ ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ്, അസേഷൻ റീസൺസ്, ഓക്കെ, ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. സോ അസേഷൻ റീസൺ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കോൺസെപ്റ്റ് അറിയണം. ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ബുക്ക് ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കണം. ദി സ്പീഡ് ഓഫ് എ വേവ് ലെങ്ത് ത്രൂ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം. റൈറ്റ്, ശരിയാണ്. റൈറ്റ്, കാരണം എന്താ നമ്മൾ പഠിച്ചാണ് സൗണ്ട്. ഇപ്പോൾ സൗണ്ട് ഒരു വേവ് ആണ് നമുക്കറിയാം. റൈറ്റ്, അത് സോളിഡ്സ് കൂടെ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. ഓക്കെ, എയറിൽ വേറെ വെലോസിറ്റിയാണ്, സോളിഡ്സ് വേറെ വെലോസിറ്റിയാണ്, ലിക്വിഡ്സിൽ വേറെ വെലോസിറ്റിയാണ്. നമ്മൾ പഠിച്ചാണ്. റൈറ്റ്, പ്രോബ്ലംസിലെല്ലാം നമ്മൾ യൂസ് ചെയ്താണ്. റൈറ്റ്, വെൻ ദ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓഫ് ദ വേവേഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V is equal to F lambda ആണ്. സോ എന്താണ്, എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. കറക്റ്റ് ആണ്. റൈറ്റ്, സെയിം മീഡിയം ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. പക്ഷേ റീസൺ എന്തല്ല, സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എന്തല്ല കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ ബി ആണ് ആൻസർ. ഓക്കെ, കാരണം ഡിഫറെന്റ് മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യാനുള്ള കാരണമല്ല ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ. ഇത് രണ്ടും സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ 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 ഇനി നോക്ക്. ഇനി ഇതും ടെക്സ്റ്റ് ബുക്ക് വായിച്ചോളെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടുപരിചയമുള്ളവർക്കെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, This is a descriptive on in a physics class while doing experiment using the apparatus shown in the figure. When a longer wire is made to vibrate, some students opine that all wires vibrate. What's your opinion? Just your answer, right? നമുക്കറിയ forced vibration ആണ്. Easy question ആണ്, right? Forced vibration, right? Forced vibration. Plus എന്താണ്, when the shorter wire is made to vibrate, it's observed that only the shorter ones vibrate to larger amplitude. നമ്മൾ പഠിച്ചിട്ടുണ്ട്, right? Larger amplitude vibrate ചെയ്യാറെന്നാല് എന്താണ്, റെസൊണൻസിലാണ്. സോ രണ്ടാർക്കും സെയിം ഫ്രീക്വൻസി ആണ്. സോ റെസൊണൻസ്, റൈറ്റ്, റെസൊണൻസിനെ പറ്റി എഴുതാം. റൈറ്റ്, രണ്ടാളും സെയിം ഫ്രീക്വൻസി ആണ്. ഒരാൾ ആക്ച്വൽ ഫ്രീക്വൻസി ആണ് കൊടുക്കുന്ന ആളെ ഫ്രീക്വൻസി. ഓക്കെ, നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. സോ റെസൊണൻസ് ഉണ്ടാവും. റെസൊണൻസ് ഉണ്ടാകുമ്പോൾ ലാർജർ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഇനിയോ ഇഫ് എ സ്മോൾ വയർ ടേക്സ് 0.5 seconds ടു വൈബ്രേറ്റ് 100 times, വാട്ട് വിൽ ബി ഇറ്റ്സ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഒന്നുമല്ല, റൈറ്റ്, ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേറ്റ് ചെയ്യുന്നു അതാണ് എന്ത് ഫ്രീക്വൻസി. ഇവിടെ 0.5 seconds 100 times ആണ്. സോ ഒരു സെക്കൻഡിൽ എത്ര ഉണ്ടാവും? 200. ആൻസർ ഈസ് 200. വേറെ ഒന്നുമില്ല, 200 ഹെഡ്സ്. റൈറ്റ്, ഈസിയാണ്. റൈറ്റ്, ആ ഒരു ക്വസ്റ്റ്യൻ ഈസിയാണ്. ഇനി ഇത് നോക്ക്. ഓക്കെ, ഇനി നോക്ക്. ഒബ്സർവ് ദ വേവ് ഫോംസ്. PQR 3 വേവ് ഫോംസ് തന്നിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ഓക്കെ, ഇനിയോ നമുക്കറിയാം ഒരു ക്രസ്റ്റും ട്രഫും ചേർന്നാണ് എന്ത് ഒരു വേവ് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, എന്തുമാട്ടെ. ഓക്കെ, വിച്ച് വേവ് ഹാസ് എ ഹയർ ഫ്രീക്വൻസി? നമുക്കറിയാം എന്താണ് കൂടുതൽ വേവ്സ് ഉണ്ടാകുന്നതാണ് ഫ്രീക്വൻസി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് 6. നല്ല ഈസിയാണ്. റൈറ്റ്, സോ വിച്ച് വേവ് ഹാസ് എ ലോങ്ങർ വേവ് ലെങ്ത്? P. റൈറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ്. The waves indicated in the figure takes 0.1 seconds to travel distance to 2 meter. If the wavelength of wave Q is 0.2 meter, what is frequency? So frequency എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, നമുക്ക് എന്താ അറിയാം? V is equal to F lambda അറിയാം. നമ്മളെ ചാപ്റ്ററിൽ ആകെ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. റൈറ്റ്, V is equal to F lambda. പിന്നെ നമ്മൾ എക്കോയിങ് ഓഫ് സൗണ്ടിലെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ അതിലോട്ട് വരും. ഓക്കെ, സോ F is equal to V by lambda ആണ്. റൈറ്റ്, V by lambda ആണ്.
സോ നമുക്ക് എന്താ പറയാ ലാംഡ ഓൾറെഡി തന്നിട്ടുണ്ട് റൈറ്റ്, വേവ് ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട് 0.2 മീറ്റർ. ഇനി നമുക്ക് എന്താ അറിയണ്ടേ, വി ആണണ്ടേ. സോ വി കാണാനുള്ള ബാക്കിയുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 2 മീറ്റർ സഞ്ചരിക്കാൻ 0.1 സെക്കൻഡ് തന്നിട്ടുള്ളത്. സോ ഡിസ്റ്റൻസ് ബൈ ടൈം റൈറ്റ്. സോ 2/0.1 അല്ലെങ്കിൽ 1/10. സോ എത്ര വരും 20 മീറ്റർ പെർ സെക്കൻഡ് വരും റൈറ്റ്. ഇനി നമ്മൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 20 ലാംഡ എത്രയാ 0.2 റൈറ്റ്. എത്ര ഇടാം 100 റൈറ്റ്. 100 ഹെർട്സ് റൈറ്റ്. ഈസിയാണ് റൈറ്റ്, ഈസി ക്വസ്റ്റൻ. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, ഇതറിയുന്നുണ്ടാവും. പ്ലസ് വെലോസിറ്റി കാണാനുള്ള കാര്യങ്ങൾ വേറെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരിക്കും. പക്ഷേ ആസ് ഓൾറെഡി സെറ്റ് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തുള്ള ഒരു പരിചയമാണ്. ഓക്കെ, ഇനി എക്കോയിങ് ഓഫ് സൗണ്ടിലാണ് ചില ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അതും പ്രാക്ടീസ് ചെയ്തോലെ വളരെ ഈസി ആയിരിക്കും. അല്ലാത്തൊരു തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. എ ബാറ്റ് പ്രൊഡ്യൂസസ് sound waves and receives the reflected wave from an insect 0.1 second later. If the object sound air is 350 meter per second, how far away the object? So നമുക്കറിയാം എന്താണ് v is equal to 2d/t. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ് റൈറ്റ്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റിന് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താലേ ഇവിടെ എത്ര ഉണ്ടാവും d ആണ്. സോ 2d എടുക്കണം ഡിസ്റ്റൻസ്. ഒരിക്കലും d/t എന്ന് എഴുതരുത്. d/t എടുത്താലേ ഉത്തരം തെറ്റും റൈറ്റ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. സോ അങ്ങോട്ട് പോയി തിരിച്ചു വരുന്നതാണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ 2d/t. സോ നമുക്ക് t എന്നിട്ടുണ്ട്, v എന്നിട്ടുണ്ട്, d ആണ് കാണണ്ടേ. സോ d is equal to എന്താണ് v into t/2 റൈറ്റ്. v ഓൾറെഡി തന്നിട്ടുണ്ട്. 350 into 0.1. 350 into 0.1 by 1/10 means 20. 17.5 എന്നെല്ലാം വരും റൈറ്റ്. ആൻസർ ഈസി ക്വസ്റ്റൻ ആണ് റൈറ്റ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ഇക്വേഷൻ. ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട് റൈറ്റ്. ഈസി ക്വസ്റ്റൻ ആണ്. ഇനി നോക്ക്, എ മാൻ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 2 പാരലൽ ക്ലിഫ്സ്. ഇത് എന്താണ് വർക്ക് ബുക്കിലൊരു ക്വസ്റ്റൻ ആണ്. എക്സാം വൈൻ്റെ സ്റ്റുഡൻസ് അവർ വർക്ക് ബുക്കിൽ പഠിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ചെയ്ത ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റൻ വളരെ എളുപ്പമായിരിക്കും. ഈ ക്വസ്റ്റൻ കുറച്ചും കൂടി ആലോചിക്കാം. നോക്ക്, എ മാൻ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 2 പാരലൽ ക്ലിഫ്സ് fires a gun. If he hears first and second echoes after 1.5 seconds and 3.5 seconds respectively, then the distance between 2 cliffs. അതായത് 2 ക്ലിഫ്സിന് ഇടയിൽ ഒരാൾ നിൽക്കുന്നേ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ക്ലിഫ്സോ ബിൽഡിങ്ങോ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, സോ ഒരാൾ ഇവിടെ നിൽക്കുന്നേ. ഓക്കെ, ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ തൽക്കാലം d1 ഉം d2 എന്ന് വിളിച്ചേ. ഓക്കെ, സോ ഒരു സ്ഥലത്ത് നിന്ന് അയാൾ കേൾക്കുന്നത് 1.5 സെക്കൻഡ്സ് ലേറ്റർ ആണ്. സോ അടുത്തുള്ള സ്ഥലത്ത് നിന്നായിരിക്കും നമുക്കറിയാം t1 is equal to എത്ര നിന്ന് 1.5 സെക്കൻഡ്സ്. ഓക്കെ, t2 എത്രയാ? t2 എത്രയാ? 3.5 സെക്കൻഡ്സ് റൈറ്റ്. 3.5 സെക്കൻഡ്സ്. ഓക്കെ, 1.5 സെക്കൻഡ് ആണ് ഇത്. റൈറ്റ്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി രണ്ടോടത്ത് സെയിം ആ റൈറ്റ്. എയറിലുള്ള വെലോസിറ്റിയാ. സോ 340 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഈ ക്ലിഫ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നമുക്ക് കാണാനുള്ളത് റൈറ്റ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ അതുപോലെ ഒരു ഡിസ്റ്റൻസ് കണ്ടിട്ട് ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് കിട്ടും, ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് കിട്ടും. ആ ഡിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വേണമെന്നേ ഉള്ളൂ റൈറ്റ്. സോ നമുക്ക് എന്ത് എഴുതാം, d is equal to അല്ലെങ്കിൽ d1 is equal to v into t1/2 എന്ന് എഴുതാം റൈറ്റ്. ആദ്യം v എത്രയാ? v നമ്മൾ രണ്ട് കേസിൽ ഒന്നാണ് റൈറ്റ്. 340. t1 എത്രയാ? t1 എത്രയാ? 1.5 അല്ലെങ്കിൽ 3/2 റൈറ്റ്. 3/4 എന്നല്ല എഴുതാം റൈറ്റ്. ഇത് ചെയ്ത ഒരു ആൻസർ കിട്ടും റൈറ്റ്. ഇതുപോലെ d2 നമുക്ക് എത്ര കിട്ടും? d2 ഇതവിടെ നിൽക്കട്ടെ, സോൾവ് ചെയ്യണ്ട. v into t 340 into t2 എത്രയാ? t2 നമുക്കറിയാം 3.5. 3.5/2 റൈറ്റ്. തൽക്കാലം ഇതുവരെ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് റൈറ്റ്. സോ 3/2 into 1.5 റൈറ്റ്. ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. d1 ഇതാണ്, d2 ഇതാണ് റൈറ്റ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം, ജസ്റ്റ് ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ അതാണ് ക്ലിഫ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് d1 plus d2. ഓക്കെ, എത്രയാടാ? 340/2 into
എത്ര 1.5 പ്ലസ് 3.5 5 റൈറ്റ്. സോ 2.5 ഇൻറ്റു 340 ആൻസർ വരും റൈറ്റ്. അത്രയേ ഉള്ളൂ. സോ എന്ത് ഓർമ്മ വേണം, ഇങ്ങനത്തെ നല്ലൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ഈ ഒരു ഓണം എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ അത്രേ ഈ ഒരു സ്ലൈഡ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ. സോ നമ്മൾ എക്സാമിന് ഓണം എക്സാമിന് നടന്ന ചില ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പറഞ്ഞ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലസ് ഈസി ക്വസ്റ്റ്യൻസിലൂടെ നമ്മളൊന്ന് സ്കിം ചെയ്ത് പോവുകയും ചെയ്തു. ഓക്കെ. സോ ഈ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇനി ക്രിസ്മസ് എക്സാമിന് എന്ത് ചോദിക്കുന്ന അറിയില്ല നമുക്ക്. മേ ബി ടഫ് ആവാം, ഇതിനേക്കാൾ ടഫ് ആവാം. പാറ്റേൺ മിക്കവാറും ഇതായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ക്രിസ്മസ് എക്സാമിനായാലും അവരൊരു SCRT അവരൊരു മോഡൽ എക്സാം പേപ്പർ അതിന് മുന്നേ ഒരു പബ്ലിഷ് ചെയ്യും. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുക. പക്ഷേ എക്സാമിൻ്റെ ടഫ്നെസ് നമുക്കങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കാം. നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാം, നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം SCRT നന്നായിട്ട് പഠിക്കുക, അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ശേഷം എന്ത് ചെയ്യാം, നമ്മൾ എക്സാം വൈൻ്റെ വർക്ക് ബുക്കിലൊക്കെ ഉള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഒരു നല്ല ക്വസ്റ്റ്യന് നിങ്ങളൊരു ഈസി ക്വസ്റ്റ്യന് ഒരു 10-15 ഈസി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രിഡിക്റ്റഡ് വീഡിയോസിന് കാണുന്നതിന് പകരം ഒരു 4-5 നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഈസി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഓൾറെഡി ബിൽഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഇനിയുള്ള എക്സാംസിന് നിങ്ങളെ ഒരു അപ്രോച്ച് എല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ക്രിസ്മസ് എക്സാമും ഫൈനൽ എക്സാംസ് ഒക്കെ നന്നായിട്ട് ചെയ്താൽ ഓൾ ദി ബെസ്റ്റ്.